എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു യോഗ ടെക്നിക്കാണ്. ജലനേത്തി എന്ന് പറയും. ജലനേത്തി എന്ന് പറയുന്നത് യോഗയിലെ ഷഡ്ക്രിയകളിലുള്ള ഒന്നാണ്. ഈ ഷഡ് കർമാസ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള 6 ക്രിയകളാണ്. അതിലെ ഒന്നാണ് ജലനേത്തി. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ നോസ്ട്രലിൻ്റെ ബ്ലോക്കുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോസ്ട്രൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മറ്റേ നോസ്ട്രൽ കൂടെ അത് ക്ലെൻസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു രീതിയാണ് ജലനേത്തി എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് നേത്തി പോട്ട് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലോ അല്ലെങ്കിൽ ആയുർവേദിക് സ്റ്റോറിലോ ഒക്കെ നിങ്ങൾക്കിത് ലഭ്യമാണ്. ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും ജലനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വജ്രാസനത്തിലോ മറ്റോ ഇരിക്കുക. അതിനുശേഷം ഒന്നിങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിന്നിട്ട് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. സോ നമ്മൾക്ക് ജലനേത്തി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നെത്തി പോട്ടിൽ എന്ത് തരത്തിലുള്ള വെള്ളമാണ് നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോൾട്ട് വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലൂക്ക് വാം വാട്ടർ ആയിരിക്കണം. ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഉപ്പിൻ്റെ പെർസെൻറ്റേജ് ഒരു 2.5 to 3% ഉപ്പ് മതി ആ ടോട്ടൽ വാട്ടറിൻ്റെ. സോ ഒരു ചെറിയ ഉപ്പ് രസത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അത് ക്ലെൻസിങ്ങിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇത് ചെയ്യുന്നത്. യൂഷ്വലി ഇത് മോർണിംഗിൽ പ്രാണായാമസിനും ആസനാസിനും ഒക്കെ മുന്നിലായിട്ട് ചെയ്യും. ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ കുളിക്കരുത്. ഒരു 2-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ കുളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളുടെ നാസൽ പാസേജസിനെ ക്ലിയർ ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും മെൻ്റൽ ക്ലാരിറ്റിക്കും നല്ലതാണ്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സൈനസിൻ്റെ പ്രോബ്ലംസ് കുറയാൻ വേണ്ടിയും അലർജീസ് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായ ഒന്നാണ്. ബേസിക്കലി നമ്മൾ ജലനേത്തി ചെയ്യുമ്പോൾ നമ്മുടെ നാസൽ പാസേജിനെ അത് വളരെ നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഐസ്, ഇയേഴ്സ്, ത്രോട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ENT പ്രോബ്ലംസിനെല്ലാം ഇത് വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സൈനസിൻ്റെ പ്രശ്നങ്ങൾ, ചെറുതായിട്ടുള്ള മൂക്കൊലിപ്പ്, ENT പ്രശ്നങ്ങൾ, പിന്നെ ത്രോട്ടും നോസും എല്ലാം ക്ലിയർ ചെയ്യാനുള്ളത്, ഇതിനെല്ലാം തന്നെ ഇത് വളരെ നല്ല ഒരു ക്രിയയാണ്. നിങ്ങൾക്ക് മൂക്കിൽ കൂടെ ബ്ലീഡിങ് വരികയോ അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ ഉള്ള സമയത്തോ ഒന്നും ഇത് ചെയ്യരുത്. നാസൽ സെപ്റ്റം ഡീവിയേഷൻ ഉള്ളപ്പോഴൊന്നും ഇത് ചെയ്യരുത്. ഇതാണ് നേത്തി പോട്ട്. സോ നേത്തി പോട്ടിൽ നമ്മൾ ലൂക്ക് വാം വാട്ടർ, സോൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നിന്നിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് പുറകുഭാഗം പിന്നിലേക്ക് തള്ളി കൈ ഒരു നല്ല ആംഗിളിൽ വെച്ച ശേഷം നമുക്ക് മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് ഇതിൻ്റെ നോസ്ട്രൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം കയ്യെ പൊക്കണം. സോ ഇപ്പോൾ ഒരു മൂക്കിൽ കൂടി മറ്റേ മൂക്കിലേക്ക് വരുന്നതാണ്. തല ടിൽറ്റ് ചെയ്യണം. അതിനുശേഷം നല്ലപോലെ ടവൽ എടുത്തിട്ട് വെള്ളമെല്ലാം കളയേണ്ടതാണ്. അതിനുശേഷം നമുക്ക് കപാൽഭാതി ചെയ്യാം. എക്സലേഷൻ ശക്തമായിട്ട് ചെയ്യുന്നതാണ് കപാൽഭാതി. സോ ബാക്കിയുള്ള നമ്മുടെ വെള്ളം കൂടി അതിട്ട് കൂടെ തന്നെ തിരിച്ച് പോരുന്നതാണ്. വീണ്ടും നമ്മൾക്കിപ്പോൾ ഈ മൂക്കിൽ കൂടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് തിരിച്ച് പിടിച്ചിട്ടും ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ മൂക്കിലെ എല്ലാ വെള്ളവും പുറത്തേക്ക് കളയാൻ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ സാൾട്ട് വാട്ടർ നിങ്ങളുടെ മൂക്കിൽ കൂടെ വരുന്നതാണ്. ഇനി നമുക്ക് മറ്റേ മൂക്കും ഇതുപോലെ തന്നെ ചെയ്യാം. സോ നേറ്റി പോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലേക്ക് കുനിഞ്ഞ് മുഖം മാത്രം മുന്നിലേക്ക് വെക്കുക. എൽബോ നമ്മൾ ഇങ്ങനെ മൂക്കിൻ്റെ അതേ ഇതിൽ വെക്കുക. അതിനുശേഷം തല ടിൽറ്റ് ചെയ്തിട്ട് ഈ എൽബോ ഉയർത്തുമ്പോഴാണ് ഈ മൂക്കിലൂടെ പോയിട്ട് മറ്റേ നോസ്ട്രലിൽ കൂടെ തിരിച്ചു വരുന്നത്. ഇത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ തൊണ്ടേൻ്റെ ഉള്ളിലേക്ക് ഒന്നും പോവില്ല. ജസ്റ്റ് നോസ് മാത്രമായിട്ട് ക്ലീൻ ആവും. സോ നമുക്ക് ചെയ്യാം.
ഇതിനുശേഷം വീണ്ടും കപാൽഭാതി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഏവരും കറക്റ്റായിട്ട് എവറി ഡേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തലവേദന, അതേപോലെ തന്നെ ഇയറിൻ്റെ പ്രോബ്ലംസ്, പിന്നെ നോസിൻ്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ കുറയാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.